നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ശരത്താണോ പ്രേമ? ഇതിനുള്ള ഉത്തരം ഒരിക്കൽ ഞാൻ പറഞ്ഞത് അമ്മയോട്. ഇനി അത് ആവർത്തിക്കാൻ എനിക്ക് താല്പര്യമില്ല. ശരി, പ്രേമേച്ചിക്ക് വേണ്ടി അമ്മയൊന്നും ഉണ്ടാക്കി കൊടുക്കണ്ട. എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതുണ്ടാവുമല്ലോ, അതും കൊടുത്താൽ മതി. വേണ്ട മോളെ, എനിക്കൊന്നും വേണ്ട. ഏകാദശി ഉപവാസമാണെന്ന് ഞാൻ വിചാരിച്ചോളാം. ഒരു നേരം കഴിച്ചില്ലെന്ന് വിചാരിച്ച് ചത്തൊന്നും പോകില്ലല്ലോ. അതും ഞങ്ങളോട് ദേഷ്യം തോന്നിയിട്ട് ഒരു കാര്യമില്ല. ഇവൾ അങ്ങനെയാ ഞങ്ങളോട് പെരുമാറുന്നത്. ഇങ്ങോട്ട് കാണിക്കുന്നത് പോലെയല്ലേ തിരിച്ചങ്ങോട്ട് കാണിക്കാൻ പറ്റൂ. പ്രേമിച്ചു വാ. വേണ്ട മോളെ, എനിക്ക് വിശപ്പില്ല. സ്വന്തം വീട്ടിൽ നിന്നിറങ്ങി ഇതുപോലൊരു സ്ഥലത്ത് അഭയാർത്ഥിയെ പോലെ താമസിക്കുമ്പോൾ ഇതൊക്കെ സഹിക്കണം. എനിക്കൊരു വിഷമമില്ല. നീ എന്നെ ഓർത്ത് വിഷമിക്കണ്ട. മോശമാണ് അമ്മയെ കാണിച്ചത്. അമ്മയുടെ അടുത്തുനിന്ന് ഒരിക്കലും ഞാനിത് പ്രതീക്ഷിച്ചില്ല. ഓരോ ദിവസം കഴിയും തോറും വഷളായി വരിക ഈ വീട്ടിലെ അന്തരീക്ഷം. ഞങ്ങളുടെയൊക്കെ ഭാവി എന്തായി തീരുമെന്ന് ഒരു രൂപവുമില്ല. ഇന്ന് പ്രേമ വന്നു, നാളെ വേറെ ആരെങ്കിലും വരില്ലെന്ന് ആര് കണ്ടു? ഈ വീട് അവള് വിഴുങ്ങിക്കഴിഞ്ഞു. അതെങ്ങനെയാ? എല്ലാത്തിന്റെയും കാരണക്കാരൻ നിങ്ങളായിരുന്നില്ലേ? അവക്ക് ഈ വീട് കൊടുത്തതാ പ്രശ്നമായത്. അത് കിട്ടിയപ്പോ തുടങ്ങിയ ഭരണം അത് ഇതുവരെ അവസാനിച്ചിട്ടില്ല. നിത്യയുടെ കാര്യം ഓർക്കുമ്പോഴാ സങ്കടം. പാവം എന്റെ കുട്ടി, അവളുടെ കല്യാണം മുടങ്ങിയില്ലേ? ഇനി അത് നടക്കുമെന്ന് തന്നെ ആർക്കറിയാം. കുറച്ചു ദിവസം കൂടി നോക്കും ഞാൻ, അവളുടെ മനസ്സ് മാറുന്നുണ്ടോന്ന്. ഇല്ലെങ്കിൽ വല്ല വിഷവും വാങ്ങി തിന്ന് ഞാൻ ചാവും. നിങ്ങൾക്ക് മരുമോളുണ്ടല്ലോ, ഞാനല്ലേ ശല്യം. ഞാനങ്ങ് പോയി തന്നേക്കാം. പിന്നെ നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാം. ഇങ്ങനെയുള്ള പരാതികളും പരിഭവങ്ങളും ഒന്നും പിന്നെ നിങ്ങൾക്ക് കേൾക്കേണ്ടി വരില്ല.